നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, പൈനാപ്പിള്. ഒരു പൈനാപ്പിൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഒന്ന് ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞു വെച്ച് അത് ചെത്തി അങ്ങനെ തന്നെ നമ്മൾ കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും അത് ജ്യൂസാക്കിയാണ് കഴിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു വെറൈറ്റി ടേസ്റ്റിൽ ഈ പൈനാപ്പിളിനെ എങ്ങനെ കഴിക്കാമെന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിൾ മെത്തേഡാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ കഴിച്ചാൽ പിന്നെ നമ്മൾ ഈ രീതി പൈനാപ്പിൾ കിട്ടിയാൽ ഇതുപോലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതെങ്ങനെയെന്ന് നോക്കാം. പൈനാപ്പിൾ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തു. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിടുകയാണ്. അതുപോലെ തന്നെ ഇത് കാന്താരിമുളകാണ്. ഈ കാന്താരിമുളക് ഇതിലേക്ക് നമുക്ക് നുറുക്കിയിടാം. ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കാം. ഈ കാന്താരിമുളകിന് പകരം ഒരു വലിയ ഉണ്ട മുളക്, ഭയങ്കര എരിവുള്ളൊരു സൈസ് മുളകുണ്ട്, അതിട്ടാലും നല്ലതാണ്. നമുക്കതില്ലാത്തത് കൊണ്ട് നമ്മൾ കാന്താരിമുളക് ഇടുകയാണ്. ഒരു 3-4 എണ്ണം ഇടാം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഈ കാന്താരിമുളകിൻ്റെ എരിവും ചെറിയ ഉപ്പും രസവും കൂടെ വരുമ്പോൾ ഈ പൈനാപ്പിളിന് ഒരു വളരെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനേ തോന്നും. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ പൈനാപ്പിള്.